ഞാൻ കൂടെ കരഞ്ഞിട്ടുണ്ട് പലരുടെയും. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഡോക്ടറെ അടുത്ത് സമയം കിട്ടുന്നില്ല. ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് കരയാനോ ഞങ്ങളുടെ വിഷമം അവര് അപ്പൊ തന്നെ അത് ചെയ്താൽ മതി അല്ലെ, അത് പൊയ്ക്കോ, പെട്ടെന്ന് പറഞ്ഞു വിടും. കറക്റ്റ് ആയിട്ട് ഒരാളോട് 10 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് പിഴവ് പറ്റിയെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യ സമയങ്ങളിൽ എനിക്ക് വന്ന കോളൊക്കെ ഞാൻ 10-15 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. മിസ്ഡ് കോൾ, ഇവരെ എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്കറിയില്ല, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് കോളുകൾ ഇങ്ങനെ വരാൻ പോവാന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് പനി പിടിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം എടുത്തിട്ട് ഈ 2 ഫോണിൽ വന്ന കോളെല്ലാം എഴുതി വെക്കുക. 10 പേജൊക്കെയാ ഒരു മിസ് കോൾ എനിക്ക് വരുന്നത്. പിന്നെ ഞാൻ ആരോടും ഫോട്ടോ ചോദിക്കാറില്ല. കാര്യം അവർക്ക് എന്നോടുള്ളൊരു വിശ്വാസം അതായിരിക്കാം. ഞാൻ ആരുടെയും ഫോട്ടോ ചോദിക്കാറില്ല. ഞാൻ അവരുടെ ആവശ്യമില്ലാത്തവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ടു ദെയർ ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റൈല്, ലൈഫ് സ്റ്റൈല് ഞാൻ അവർക്ക് കൊടുക്കും. അതിലാകെ പെണ്ണുങ്ങൾക്ക് എന്നോട് ഇച്ചിരി പിണക്കമുള്ളത് കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി അതൊക്കെ കുറച്ച് ഞാൻ ഒന്നും പറ്റില്ല, എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ കൃത്യമായി അത് പാലിച്ചവർക്ക് റിസൾട്ട് വന്നിട്ട് ഇനി ചറപറാന്ന് പറഞ്ഞ് കുറെ പേര് ഇപ്പൊ പ്രഗ്നന്റ് ആവും. വെയിറ്റിംഗ് ആണ്. ക്യൂയിലാണ്. ഞാൻ ഓരോരുത്തരോട് പറയും നിങ്ങൾക്ക് ഒരു കുറച്ചാളൂടെ മതിയെന്ന് പറയും. അത് സംഭവിക്കും. അതൊരു ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അതിൻ്റെ വാതിലുകൾ ഒന്ന് തുറന്ന് കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ അതിനൊരു ശ്രമം പോലും നമ്മൾ നടത്താറില്ല. ഇപ്പം നമ്മളെല്ലാം പ്രോട്ടീൻ എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്നവരാണ്. ഈവൻ ഡോക്ടേഴ്സ് വരെ വന്ന് നിങ്ങളുടെ പ്ലേറ്റിൽ ഇത്ര പ്രോട്ടീൻ വേണം, ഇങ്ങനൊന്നും എവിടെയോ ഒരു നിയമം ഇല്ല. ഹൈ റിസ്ക് കാര്യം വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് 2 ട്യൂബ് ബ്ലോക്കാണ് ഒരു കുട്ടിയുടെ. ഞാൻ അവളുടെ ഡയറ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് സർജറിക്ക് മുമ്പ് ട്രയൽ നടത്താം, ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അവളെ ഞാൻ ഓരോ ദിവസവും അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ഓരോ ചേഞ്ചസ് പറയും. ഇപ്രാവശ്യം അവൾ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഈ 2 ട്യൂബിൻ്റെ ഇത് സ്കാനിങ് സമയത്ത് അവൾ പൊളയുക എന്നാണ് പറഞ്ഞത്. അവിടെ കിടന്ന് സ്കാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടി ലാബ് ടെക്നീഷ്യനുമാണ്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട് അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് വേദനയില്ലാതെ എൻ്റെ സ്കാനിങ് നടത്തുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബിഹൈൻഡ് ദ സക്സസിലേക്ക് സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിന്റെ സീറ്റിൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ബിഹൈൻഡ് ദ സക്സസിൽ നേരത്തെ തന്നെ, അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പേ വന്നിരുന്ന വ്യക്തി വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് ബിഹൈൻഡ് ദ സക്സസിൽ. കൂടെ തന്നെ 2 മക്കളെയും ചേർത്ത് പിടിച്ച 4 മക്കളിൽ 2 പേരെയാണ് കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. യെസ് ബി ചേച്ചി, സ്വാഗതം. ഇന്ന് ബി ചേച്ചി ഒറ്റയ്ക്കല്ല, കൂടെ 4 പേരിൽ 2 പേരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പേ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയൂ, ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ബിഹൈൻഡ് ദ സക്സസിൽ വന്ന് സക്സസ് ജേർണി പറഞ്ഞു പോയ ആള് എന്തിന് രണ്ടാമത് വന്നു എന്നുള്ളത് അന്ന് പറഞ്ഞതിനപ്പുറമായ ഒത്തിരി അത്ഭുതങ്ങളും ഒരുപാട് സക്സസും പറയണ്ടേ, എല്ലാരും അറിയണ്ടേ. അതെ. അപ്പൊ അതിലൂടെ കണ്ടവർക്ക് തന്നെ അതിലൂടെ എന്നെ പരിചയപ്പെട്ട ഒരു 1000കണക്കിന് മനുഷ്യര് കാണും. നമുക്ക് അവരോട് കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാലോ. നമ്മുടെ സന്തോഷങ്ങൾ ചിലതൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. ചില സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് രമ്യകയൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയാലോ നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ അന്നത്തെ ആ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷം ഭയങ്കര കോൾസ് ഞങ്ങൾക്ക് വന്നിരുന്നുണ്ട്. ചേച്ചിക്കും ഒരുപാട് കോൾസ് കിട്ടിക്കൊണ്ടേയിരുന്നു. ഒരുപാട് കമന്റ്സ് നമുക്ക് വന്നിരുന്നു, ഒരുപാട് മെസ്സേജസ് എല്ലാം വന്നിരുന്നു. ഇതിനകത്തൊക്കെ കുറേ അധികം നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്, നിങ്ങളിലെ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ഇവർ ഇത്ര അധികം ആധികാരികമായിട്ട് പറയാൻ ഇവർ ഡോക്ടർ അല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവർ ഇത്ര കറക്റ്റ് ആയിട്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നു എന്ന് പലരും ചോദിച്ചൊരു സംശയമാണ്. നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും അത് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വിജയിച്ചു തന്നെ പറയും. യെസ് ചേച്ചി. യെസ്, അനുഭവമാണ് ഗുരു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരായിരിക്കും ഇതൊക്കെ അധികം കേൾക്കാത്തത്. നമ്മളൊക്കെ ഒരു പഴഞ്ചൊല്ല് കേട്ട് ഇങ്ങനെ എന്തിനും പഴഞ്ചൊല്ല് ഒരു സാമ്യം പറയുമല്ലോ. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു തെറ്റല്ല, അവരുടെ ഒരു സംശയമാണ്. കാര്യം ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഡോക്ടറല്ല, ഞാൻ എന്താണ് ഈ മേഖലയിൽ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. വിവിധ തരത്തിലുള്ള അനുഭവങ്ങളാണ്. മനുഷ്യൻ്റെ ഒരു ചെറിയ അജ്ഞതയുണ്ട്. അതായത് അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സമയമോ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനൊരു ഭാഗ്യമില്ലാത്തത് കൊണ്ടോ ഒക്കെ ചില പ്രശ്നങ്ങളിലേക്ക്, ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് അവർ വരുമല്ലോ.
അപ്പൊ അതിനൊരു താങ്ങായി തണലായി അവരെ തന്നെ അവരെന്താണെന്ന് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയും അവർക്ക് എന്താണ് കഴിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് അവരെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഒരു ടീച്ചിങ്, ഒരു ചേച്ചിയെ പോലെ, ഒരു അമ്മയെ പോലെ, ഒരു മെന്ററിനെ പോലെ അവരുടെ കൂടെ നിന്ന് അവരെ ഒരുക്കി അങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ശരി ലോങ് ടേം എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ 2007 തൊട്ട് ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ അന്നൊക്കെ അത് നമ്മൾ പരിചയം പോലെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരിലേക്കാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് ഞാനതൊരു കുറച്ചൊരു അല്ലാതെ വഴിയില്ല പ്രൊഫഷണൽ പോലെ ആക്കി. കാര്യം ഒരുപാട് കോളുകളും ഇതിലും വരുമ്പോൾ ഇതിൽ നമ്മൾ സോർട്ട് ചെയ്ത ആൾക്കാരെ എടുക്കണമല്ലോ, വളരെ ആവശ്യമുണ്ട്. അതിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഫാം ഡി കഴിഞ്ഞവർ, എംഫാം കഴിഞ്ഞവർ, അങ്ങനെ വിവിധ തരത്തിലുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ വെൽ നോൺ ആയിട്ട് അവർക്കറിയാം ഞാൻ ഡോക്ടർ അല്ല എന്നുള്ളത്. ഡോക്ടേഴ്സ് വരെ എൻ്റെ അടുത്ത് പറയും ഡോക്ടർ അല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നതെന്ന് പറയാം. അപ്പം അനുഭവം ഗുരു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചും ആർജിച്ചും എടുത്ത കാര്യത്തിന് അത്രത്തോളം വിലയുണ്ടെന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി. ഇവര് തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മളെ. പക്ഷേ ചേച്ചി ചോദിച്ചോട്ടെ, ഇപ്പം എനിക്കൊരു അസുഖം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ പല ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടുണ്ടാവും, ഡയറ്റീഷ്യനെ കണ്ടിട്ടുണ്ടാവും, എന്തൊക്കെ മരുന്ന് കഴിക്കും, കുറേ നാളൊക്കെ ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഇതിന് ഇന്ന മരുന്നാണ് അല്ലെങ്കിൽ ഇതിന് ഇന്ന ഡയറ്റ് ആണ് എന്നൊക്കെ നമ്മൾ ആ സെയിം ട്രാക്കിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോട് കുറച്ചും കൂടെ ഒരു അറിവുണ്ടാവും അല്ലേ അതിനെക്കുറിച്ച്. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് ഇപ്പം ഞങ്ങൾക്ക് തന്നെ അറിയാം പല തരത്തിലുള്ള ആൾക്കാരാണ്, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളത്, അസുഖങ്ങളായിട്ടുള്ളത്, വേറെ പലതരത്തിലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജസിലൂടെ പോയി നിൽക്കുന്ന മനുഷ്യർ. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു ഹെൽത്ത് കെയറിൽ ഇരിക്കുന്ന മനുഷ്യർ. അപ്പൊ അവരൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല സെക്ടേഴ്സിൽ നിന്നുള്ള ആൾക്കാർക്കുള്ള പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കാൻ ഒരു ഡോക്ടർ പോലും അല്ലാതെ ഇതിനെക്കുറിച്ച് അങ്ങനെ അഗാധമായിട്ട് പഠിക്കുക പോലും ചെയ്യാത്ത ബേസ് ചേച്ചിക്ക് എങ്ങനെയാണ് എല്ലാ സെക്ടേഴ്സിലേക്കും ഈക്വലി നല്ല നോളജും അറിവും ഡയറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അതിനകത്ത് എനിക്കൊരു ഭാഗ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈഫ് നെറ്റ് കാണുന്നത് കൂടുതലും പുറത്ത് ഉള്ളവരാണോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ അതോ കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും കാണുമ്പോഴും അവർക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഒരു ഡോക്ടർ അല്ലല്ലോ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാണെന്നല്ല. പക്ഷേ ഇന്ത്യക്ക് വെളിയിലുള്ളവർ US, കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ്, UK, ഇറ്റലി, മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലത്തുനിന്നും ഇത്രയും ആളുകൾ ഇവിടെ നിന്നൊക്കെ ഉള്ളവരാണ് നമ്മുടെ ഡയറ്റ് പ്ലാനിൽ അധികമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ബോഡിക്ക് സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. മിഡിൽ ഈസ്റ്റിനെ മാറ്റി നിർത്തുക, കാര്യം മിഡിൽ ഈസ്റ്റിൽ കുറച്ചും കൂടി ആരോഗ്യ സംവിധാനങ്ങൾ ഈസിയാണെന്ന് പറയും. പക്ഷേ ഇപ്പം US-ലോ കാനഡയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവരിപ്പം ഒരു പെട്ടെന്നുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ മനസ്സിലാകും ഇമ്മ്യൂണിറ്റിയെ റൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. ബട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ എന്താ ഓർക്കുന്നത്, നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ മുന്നിൽ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അല്ലെ ഈനോ ഉണ്ട്, അൻറ്റാസിഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്, പരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അവർക്കറിയാം അവർക്കൊരു പെട്ടെന്നൊരു കെയർ കിട്ടില്ല. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് നമ്മൾ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പോലും ഒരു സിസ്റ്റം, ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മളെ നോക്കി അവർ അസസ് ചെയ്തിട്ട് നമ്മൾ ക്രിട്ടിക്കൽ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ അവർ സെൽഫ് ഹീലിങ്ങിന് പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നത്. അതോടൊപ്പം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുള്ളവർ, ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ എല്ലായിടത്തുനിന്നും ഉള്ളവരുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് കുറച്ചൊക്കെ പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്ഭുതം കൊടുക്കുന്ന കാര്യമാണ്. കാര്യം അവർ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെയുള്ള വിദേശീയർ അവിടെ താമസിക്കുന്നവരാണെങ്കിലും അവർ കൂടുതലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരിത് കഴിച്ച് ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കുന്നു. ഇവർക്ക് അസുഖമില്ല. നമ്മൾ ഓരോരോ അസുഖം എന്ന് പറയുമ്പം ഇവർക്ക് അസുഖമില്ല. അപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ കഴിക്കണം, പക്ഷെ ഇത് എങ്ങനെ കഴിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴാണ് ഓക്കെ ഇതൊക്കെ ഇങ്ങനെ ക്യൂർ ചെയ്യാം അല്ലേ എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് വന്നത്. അപ്പൊ അതിന് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം കൂടെ അവർക്ക് വന്നപ്പോഴത്തേക്ക് അത് മെന്റലി ഇമോഷണലി എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് അതിലേക്ക് അവർ വന്നത്. അപ്പൊ പലരും വരുന്നത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള കോഴ്സിലായിരിക്കും. പക്ഷെ ഓൺ ദ വേയില് ബോണസ് പോലെ അല്ലെങ്കിൽ തന്നെ ഇൻഫെർട്ടിലിറ്റിയിൽ ഉള്ള അവരുടെ റീസണിനെ നമ്മുടെ ഡയറ്റ് പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ഓരോന്നായിട്ട് ഇവർക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇവർ പറയും ചേച്ചി ഞങ്ങൾക്ക് അത് കുറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വന്നതിൽ അത്ഭുതമുള്ളത് രമ്യ ലേറ്റന്റ് TB നെഗറ്റീവായെന്നുള്ളതാണ്.
ഡയറ്റിലൂടെ എന്താ വെച്ചാൽ എനിക്ക് പുള്ളിക്കാരത്തിയുടെ പേര് സ്നേഹ എന്നാണ്. ഒരുപാട് സ്നേഹങ്ങളുണ്ടല്ലോ, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ആള് പുറത്താണ്, US-ലാണ്. അപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു ലൈഫ് നെറ്റ് കണ്ടിട്ട് ആദ്യം ഡയറ്റ് കൊടുക്കാനൊക്കെ തുടങ്ങിയതിലെ ഒരാളാണ്. അപ്പം എന്നെ വിളിച്ച് വളരെ പൊളൈറ്റായിട്ട്, പുള്ളിക്കാരത്തെ അവിടെ ഫിസിയോതെറാപ്പിസ്റ്റാണ്, വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞു, മാം എൻ്റെ പേര് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഡയറ്റ് വേണം, ഞാൻ ഹസ്ബൻഡ് 100 എബവ് ആണ്, ഞാനും ഏകദേശം ഇത്രയും വെയിറ്റ് ഉണ്ട്, 87 എങ്ങാണ്ടുണ്ട്, ഞങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ വേണം എന്ന്. ശരി, ഞാനത് സംസാരിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഒരു ട്രാവലിലാണ് പുള്ളിക്കാരോട് സംസാരിക്കുന്നത്. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ലേറ്റൻറ്റ് TB പോസിറ്റീവ് ആയിരുന്നു, ഇനാക്റ്റീവ് TB, അപ്പം അത് 2 പ്രാവശ്യവും പോസിറ്റീവ് ആയിരിക്കുകയാണ് മാം, ഇനി എനിക്ക് വേറൊരു വഴിയില്ല, എനിവേ ഈ ഡയറ്റ് പ്ലാൻ ക്വിറ്റ് ചെയ്തിട്ട് എനിക്ക് 90 ഡേയ്സിൽ മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, ഇതൊന്ന് പോസ് ചെയ്ത് വെക്കാൻ എന്ന് ചോദിച്ചു. ഡെഫിനറ്റ്ലി, ഞാൻ എൻ്റെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് എനിക്ക് മെസ്സേജും, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 41 ദിവസം എനിക്കിതാ, അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഞാൻ ഫുള്ളി കോപ്പറേറ്റ് ചെയ്യാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല, പറയുന്നതിലപ്പുറമായി ഞാനൊരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 41 ദിവസം കഴിഞ്ഞ് ഒരു ഡേറ്റ് കിട്ടി. അന്ന് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്തോ. അത് കഴിഞ്ഞ് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്ന ഡേറ്റൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഒരു ദിവസം വന്നു. പുള്ളിക്കാരത്തെ എനിക്ക് മെസ്സേജ് അയച്ചു, മാം ആർ യു ഫ്രീ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്, ഇതെന്തായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരത്തി ഇത് പറയുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് കോൾ വന്ന്, ഞാൻ കോൾ എടുത്തപ്പോൾ പുള്ളിക്കാരത്തി പറയും, മാം ഐ ഗോട്ട് ഡേറ്റ് ഓൺ 26th ബട്ട് അത് പറ്റിയില്ല. അത് കഴിഞ്ഞു ഞാൻ ഇതെന്തൊന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതിന് പക്ഷെ എനിക്ക് ഇന്ന ദിവസമാണ് ഡേറ്റ് കിട്ടിയത്, ആൻഡ് ഇന്നലെ രാത്രി റിസൾട്ട് വന്നു, ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ് എന്നത്. അപ്പൊ ഉടനെ ഞാൻ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ 9 മാസം, അതും TBയുടെ മരുന്നെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് മെഡിസിൻ ആണത്. അപ്പൊ അത് കഴിക്കാൻ പറഞ്ഞ ഒരാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തില്ലേ 41 ദിവസത്തെ ഡയറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് പറയും, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മാം, ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ, അപ്പം അവിടെ കണ്ടേജിയസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരുടെ പേരൊക്കെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇതൊക്കെ കൊടുത്ത് പുള്ളിക്കാരത്തെ അതിൽ നിന്നൊക്കെ മാറ്റി, എന്നിട്ട് ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചു. കാര്യം ഞാൻ പറയുന്നത് നുണയാന്ന് ഇനി ആരും പറയരുതല്ലോ. അപ്പോൾ അത് 2 പ്രാവശ്യം പോസിറ്റീവ് എന്നുള്ളതും പിന്നെ നെഗറ്റീവ് വന്നതും എല്ലാം വരെ. അതോടുകൂടി പുള്ളിക്കാരിയുടെ മറ്റു പല പ്രശ്നങ്ങളും, അതുപോലെ ഹസ്ബൻഡിൻ്റെ വെയിറ്റ് നിയർലി 10 kg കുറഞ്ഞു, പുള്ളിക്കാരത്തിയുടെ വെയിറ്റ് ഒരു 7-8 kg കുറഞ്ഞു. അങ്ങനെ സ്റ്റിൽ എൻ്റെ കൂടെ ഉണ്ട്, അവർ പ്ലാനിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി അധികം ഇവിടെ എന്താ ഞാൻ ചെയ്തത്, ആൾക്കാർ ചോദിക്കും, ഓക്കെ നിങ്ങൾ പച്ചക്കറി കൊടുത്തോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊടുത്തോ, ഇതെങ്ങനെയാണ് ലേറ്റൻറ്റ് TB നെഗറ്റീവ് ആയത്? അവിടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കുക ചെയ്തത്. നമ്മളെല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കുന്ന ഒരു പോളിസിയിലാണ് നമ്മളെപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. അതിനാണ് ഈ പറയുന്ന പോലെ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയുള്ള ഒരു ഭക്ഷണ ജീവിത രീതി പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയി, പക്ഷെ എന്നാലും അതിനകത്തേക്ക് കുറച്ചും കൂടെ പോകുന്നതിന് മുമ്പ് ഇവർ 2 പേരും കൂടി അവരുടെ അടുത്ത് വിശേഷങ്ങൾ കൂടെ ചോദിച്ചിട്ട്, ചേച്ചി അടുത്ത് നമ്മളെ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞെട്ടിപ്പിച്ച കാര്യമാണ് തന്റെ 4 മക്കളും സ്കൂളിൽ ചേച്ചി പറഞ്ഞ് വിട്ടിട്ടില്ലായിരുന്നു എന്നുള്ളത്. അതിനും ചേച്ചി കുറെ പേര് ഞങ്ങളുടെ അടുത്ത് ചേച്ചി സ്കൂളിൽ വിടാതെ, അതിലെ ചേച്ചിയുടെ മൂത്ത മോൻ ഇന്നുവരേക്കും സ്കൂൾ എന്ന് പറയുന്ന സംഭവം ഒന്നും നേരിട്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. പിന്നീട് ഇവരൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി, മോള് 8th മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി, മോൻ ഫസ്റ്റ് മുതല്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മോള് സ്കൂളിൽ പോവാതിരുന്ന ഒരു സമയം, സ്കൂളിൽ പോയി കഴിഞ്ഞ ഒരു സമയം? സ്കൂളിൽ പോവാതിരുന്നപ്പോൾ മറ്റേ ബോറടി സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഫുൾ ട്രാവലിങ്, ഇപ്പം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ആണെങ്കിലും കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോവുക, അതിൽ പങ്കെടുക്കുക, എല്ലാം അറിയാം, നടാൻ, ഇത് വലിക്കാൻ എല്ലാം അറിയാം. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആ ഒരു സമയത്ത്. പിന്നെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു ഇത്, ഇപ്പൊ സ്കൂളിൽ ചേർന്നിട്ടാണെങ്കിലും അധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആകെ ഇപ്പൊ പാടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി,
പിന്നെ മാത്സ്, അതൊക്കെ ഒരു ബേസിക് വേണ്ടതുകൊണ്ട് പാടായിരുന്നു. ബാക്കിയുള്ള ഇപ്പൊ സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിലും അത് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം എന്താണ് കാര്യം അത് ഈ പറയുന്നത്, കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് വളർന്നത്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ പോയി ചേർന്നപ്പം ടീച്ചേഴ്സൊക്കെ ഭയങ്കര അതിശയായിരുന്നു, ടീച്ചേഴ്സിനൊക്കെ പേടിയായിരുന്നു. എങ്ങനെ പഠിച്ചെടുക്കും ഒന്നും അറിയില്ല, ബേസിക് മാത്സ് ഒന്നും അറിയില്ല. ലാംഗ്വേജിന്റെ അപ്പൊ മോൾ അത് എങ്ങനെയാ എക്സ്ട്രാ ലാംഗ്വേജ് ഞങ്ങള് സ്കൂളിൽ പോവാത്ത സമയത്ത് ട്യൂഷന് പോയിട്ട് മലയാളം വായിക്കാനും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഇത് രണ്ടും ബേസിക് ആയിട്ട് അറിയായിരുന്നു. ബാക്കി നമ്മൾ സ്കൂളിൽ ചെന്നിട്ടാണ്. അപ്പൊ ഇത് രണ്ടും അറിയാവുന്നതുകൊണ്ട് ഞാൻ മലയാളം മീഡിയത്തിലോട്ടാണ് ചേർന്നത്. അപ്പം ഇപ്പം ഞാൻ പഠിക്കുകയാണെങ്കിൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, പോയി എക്സാം എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഹിന്ദി ആദ്യം 8 കയറിയപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ആ 8 ഒരു ഗ്യാപ്പ് സമയം ഉണ്ടായിരുന്നല്ലോ, 2 months 9 കയറുമ്പോൾ ഉള്ള അവധിക്കാണ് വെക്കേഷന് ട്യൂഷന് പോയി 2 മാസം കൊണ്ട് ഹിന്ദി എഴുതാനും വായിക്കാനും പഠിച്ചു. അത് ഞാനും ചേച്ചിയും അങ്ങനെയാണ്. ചേച്ചി 9th ഡയറക്റ്റ് ചേർന്നത്. അപ്പം എന്നെക്കാൾ സമയം കുറവാ കിട്ടിയത്, നേരെ 10th ഇനി വരുന്നത്. അപ്പം അതുകൊണ്ട് സമയം കുറവായിരുന്നു. പക്ഷെ എന്നാലും ആ 2 months കൊണ്ട് ഞങ്ങൾക്ക് പഠിച്ചെടുത്തേ പറ്റൂ, കാരണം വേറെ വഴിയില്ല. അപ്പൊ ഞങ്ങൾ പഠിച്ചെടുത്തു. സ്കൂളിലേക്ക് പോണം സ്കൂളിൽ പോകാതിരുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇതേ ഇത്രയും വർക്ക് ലോഡും പഠിക്കലും ഹോംവർക്കും കാര്യങ്ങളും. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ അയ്യോ സ്കൂളിൽ പോകണ്ടായിരുന്നു അമ്മ. ഞങ്ങൾ സ്കൂളിൽ പോവാത്ത സമയത്ത് ഇപ്പം നെയ്ബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോ പറയും നിങ്ങൾക്കൊക്കെ എന്ത് ഭാഗ്യ, വീട്ടിൽ ഇരുന്നാ മതിയല്ലോ എന്ന് പറയും. പക്ഷെ അപ്പൊ ഞങ്ങൾ അപ്പോഴാണെങ്കിലും സ്കൂളിൽ പോകാത്തതിന് ഇപ്പൊ ഫ്രണ്ട്സ് ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ പോയപ്പോ കിട്ടി. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഫ്രണ്ട്സ്, പിന്നെ ആ ഒരു ലൈഫ്, അതൊക്കെ. ഹോംവർക്ക് ഇല്ലില്ല. എന്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്നത്. എനിക്ക് സ്കൂളിൽ പോയാലും പഠിക്കുക, പിന്നെ മൊത്തം എല്ലാത്തിലും ഇപ്പൊ പാട്ടാണെങ്കിലും കലോത്സവം അങ്ങനെ സംഭവങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ അതെല്ലാം കൂടെ ചെയ്യുന്ന ഇഷ്ടം. ചേച്ചി നന്നായിട്ട് ഇങ്ങനെ പഠിച്ച് പോകുന്ന ഒരാളാണ്. ചേച്ചി ഭയങ്കര സ്റ്റുഡിയസ്. മോളുടെ പേര് പറയൂ. എന്റെ പേര് നൈസ. നൈസ. ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ? നൈജു. നൈജു 1ാം ക്ലാസ് മുതൽ സ്കൂളിൽ എത്തി. അന്ന് മുതൽ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ മോനിപ്പോ ഏത് ക്ലാസ്സിലായി? ഞാൻ 6th. അപ്പൊ മോൻ ഇപ്പം എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ അമ്മ എനിക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളത്, എന്നെ ഒന്ന് വിടണ്ടേ, ചേച്ചിമാരും ചേട്ടനെന്ന് വെച്ചാൽ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ഞാനും അവരെ പോലെ ഇപ്പൊ എന്നെ സ്കൂളിൽ വിടണ്ട, ഞാൻ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതെന്താ മോന് ഏത് സബ്ജക്ട് ഏറ്റവും ഡിഫിക്കൽട്ട്? ഏറ്റവും ഡിഫിക്കൽട്ട് മലയാളവും പിന്നെ ഹിന്ദി ഡിഫിക്കൽട്ടാണ്. അപ്പൊ മോൻ വിചാരിച്ചു വീട്ടിലിരുന്ന് ഇവരുടെ പോലെയൊക്കെ സുഖിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്മ സമ്മതിച്ചില്ലല്ലേ? അമ്മ സമ്മതിച്ചില്ല. ചില സമയത്തൊക്കെ ഇച്ചിരി വയ്യാന്നൊക്കെ പറയുമ്പോ സമ്മതിക്കും. അപ്പൊ പോണ്ടെന്ന് പറയും. അത് ആക്ട് ചെയ്തതാണോ? അതുകൊണ്ട് കണ്ടോ? പിന്നെ മാത്സ് ഒക്കെ പഠിക്കും. ബാക്കി സബ്ജക്റ്റ് ഒക്കെ എല്ലാം നല്ലതാ. ഇംഗ്ലീഷ് പഠിക്കും, മാത്സ് പഠിക്കും, അതൊക്കെ പഠിക്കും. പിന്നെ മലയാളത്തിന് മാത്രമാണ് അത് ഇപ്രാവശ്യം ജയിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചില്ല. അപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ടോ? ട്യൂഷൻ സൈലം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പൊ മോൻ എന്താ തോന്നണേ? ഇപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അഭിനയിച്ച് വയ്യാന്ന് പറഞ്ഞ് അഭിനയിച്ചാലും കാര്യമില്ല. ഒരു ദിവസം കഴിഞ്ഞ് അമ്മ പിന്നെ സ്കൂളിലേക്ക് എന്നെ വിടുന്നു മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഇനി ഡ്രാമയൊക്കെ നിർത്തി, ഇനി എന്താ 7ലേക്ക് കേറുമ്പോ എന്തൊക്കെയാണ് പ്ലാൻ? എന്ന് വെച്ചാ പഠിക്കണം. ഇനി അഭിനയിക്കൊന്നുമില്ല വയ്യാകെയായിട്ട്? ഇല്ല, അഭിനയൊന്നും അമ്മയുടെ അടുത്ത് നടക്കില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് മോനെ? ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ ഒരു രസമല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ? അല്ലേ, അത് കാരണമാണ് സ്കൂളിൽ പോകുന്നത് തന്നെ, ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് അല്ലേ? മോൻ അധികം ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവരൊക്കെ കൂടെ. നിങ്ങൾ പാലക്കാട് ഫാമിലും ഒക്കെ പോകുന്ന സമയത്തൊക്കെ മോൻ വളരെ ചെറുതല്ലേ? അപ്പൊ മോൻ അങ്ങനെ ഒന്നും ഇവരെന്താ ചെയ്തേന്നോ ഇവരെങ്ങനെയായിരുന്നു അതൊന്നും മോന് അറിയാൻ പറ്റിയിട്ടില്ല അല്ലേ? അപ്പൊ അത് അവൻ മിസ് ചെയ്യുന്നുണ്ടാവും. അവൻ ചെറിയ ഓർമ്മയുണ്ട്, ഞാറൊക്കെ നടാൻ ചെറുതിലെ ഉണ്ടാവും. പാടത്തൊക്കെ വന്ന് ചുമ്മാ ഈ പാടത്തെ മണ്ണിലൊക്കെ അങ്ങനെ കിടന്നു മണ്ണിൽ ചെളിയിലും പശുവിന്റെ പുറകെ ഓട്ടോ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ പോലെ ഇവരുടെ ഉള്ള അതൊന്നും മോന് കിട്ടിയിട്ടില്ല. മോന് ഇപ്പത്തെ പിള്ളേരുടെ പോലെ തന്നെ ഇതായി. ഓക്കെ ചേച്ചി, ഇപ്പം
ഇവരിപ്പൊ എന്താ പറയണേ ചേച്ചി? ഇപ്പൊ മോന് ഇപ്പം സ്കൂളിൽ ആദ്യം മുതൽ പോയി തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന് ശേഷമാണെങ്കിലും ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് പലരും ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ചേച്ചി എല്ലാവരുടെയും ഒരു റെസ്പോൺസും കാര്യങ്ങളും? സപ്പോർട്ടീവ് ആയിട്ടായിരുന്നോ അതോ ചേച്ചി കുറ്റപ്പെടുത്തലായിരുന്നോ? ചിലപ്പം നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറ്റപ്പെടുത്തിയാലും എനിക്ക് എന്നെ അതിശയിപ്പിക്കുന്ന ചില മറുപടികൾ അവിടെ ഞാൻ പറയേണ്ടി വന്നില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ, പ്രൊഫസേഴ്സ് അടക്കം അവിടെ മറുപടി പറഞ്ഞിരിക്കുന്നു. ഞങ്ങളൊക്കെ ഒത്തിരി വർഷങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചവരാണ്. പക്ഷേ സ്കൂളിൽ ഒരു കുട്ടി വന്ന് പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് ഈ ലോകത്തെ അറിയാനും മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്കൂളിലെ അവരെക്കാളും മിടുക്കരായി ഇവർ വരും എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ വിളിച്ചും ഒരാൾ ചില ഓപ്ഷൻസ് ചോദിച്ചു, ഇതുപോലെ ഹോം സ്കൂളിങ്ങിൻ്റെ വഴികളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അവരോട് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം, നിങ്ങളതിൻ്റെ സമയമാകുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ കാര്യത്തിൽ നോക്കിയാൽ ഇവരൊരു പഠന ആവശ്യമുള്ള സമയത്താണ് ചേർന്നത്. പിന്നെ അത് അവരുടെ അത്യാവശ്യവുമായി മാറി. അവരത് പഠിക്കുന്നു. ഞാൻ അവരോട് അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ അതിൽ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഇവള് ചില കലാപരമായ കാര്യങ്ങൾ അവളുടെ പഠിത്തമായിട്ട് അവൾ അങ്ങനെ പോകണം. ഇവൻ ഇപ്പോഴത്തെ പിള്ളേരുടെ തോട്ട്സ് ഒക്കെ അല്ലേ, ഇവരിങ്ങനെ പോകണം. ഒരാൾ ആർക്കിടെക്ചർ പഠിക്കുന്നു, പിന്നെ മോന് ജോലിയായി. അപ്പം അങ്ങനെ പോകുന്നത് സത്യത്തിൽ അങ്ങനത്തെ ആ ഡിസിഷൻ വളരെ റൈറ്റ് ആയിരുന്നു. അതിനകത്ത് ഇവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും. സ്കൂളിങ്, ചെറുപ്പം, പ്രായം, കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ അവരിപ്പം നേടിയെടുത്തല്ലോ. വളരെ കൃത്യമായി എല്ലാം വീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലേക്ക് അവർ വന്നത് എനിക്ക് തോന്നുന്നു വളരെ ചെറുതിലെ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ കുറെ സ്ട്രിക്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പോയി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വളരെ ഫ്രീ ആയിട്ട് പോകുന്നു. ഞാനും അവരുടെ ആരോഗ്യ കാര്യത്തിലാണെങ്കിലും വളരെ നിർബന്ധം പിടിക്കും ഞാൻ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അമ്മ കാരണം സൺസ്ക്രീൻ ഇടാൻ പറ്റുകയില്ല അങ്ങനെയൊക്കെ പറയും. എന്നാലും ഞാൻ ഒന്നും സമ്മതിക്കാറില്ല. ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് ഓപ്ഷനൊക്കെ നോക്കി കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ ഇനി വളർന്നു വരട്ടെ. ആരോഗ്യം അതിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ജീവിതം തന്നെയാണ്. അതിലെ അറിവുകളൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവർ പാലിക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഓക്കെ, ഇനി നമുക്ക് ചേച്ചിയുടെ പോയിന്റിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ ചേച്ചിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിന് ശേഷം ചേച്ചി പറഞ്ഞു അതിൽ തന്നെയും ഏത് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് അസുഖത്തിനോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കോൾസ് ചേച്ചിക്ക് വരുന്നത്? ഏറ്റവും കൂടുതൽ കോൾസ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആണ്. പക്ഷെ വരുന്ന എല്ലാ ആളുകളെയും നമുക്ക് നമ്മുടെ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്ന്, ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം, ഇതൊരു ഐഡിയ ട്രാൻസ്ഫർ ആണ്. അതായത് ഞാൻ അവരോട് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിന്റെ കുഴപ്പങ്ങൾ എന്താണ്, അത് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന്. ഓക്കെ, അപ്പൊ ഡോക്ടർക്ക് അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പക്ഷെ അത് ആർക്കറിയാം? ശരീരത്തിനറിയാം. ശരീരത്തിനെ അത് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? സമയം കൊടുക്കണം. എങ്ങനെ സമയം കൊടുക്കാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞു തരുന്ന വഴി. എങ്ങനെ? വളരെ ലഘുവായ ഭക്ഷണം, അതായത് ശരീരത്തിനെ എത്രയും വേഗം ദഹിപ്പിച്ച് അത് റിപ്പയറിംഗ് പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഭക്ഷണ ജീവിത രീതി നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മാറ്റം വരും. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞോളൂ, അവർ പറയാം, അപ്പം മാഡം ഞങ്ങൾക്ക് ജോലി ചെയ്യണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായ ഫിസിക്കൽ ഡിമാൻഡ് ചെയ്യുന്ന ജോലിയാണ്. ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞു, അവന് നിങ്ങൾക്ക് എന്ത് ഡിമാൻഡ് ചെയ്യുന്ന ജോലിയാണെങ്കിലും നിങ്ങൾ ഈ ഡയറ്റ് അങ്ങോട്ട് ചെയ്തൊന്ന് തുടങ്ങിക്കും. ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവാം, അത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിക്കൊള്ളും. അങ്ങനെ അപ്പോൾ ചില ആശങ്കയൊക്കെ ആദ്യം വരും ആൾക്കാർക്ക്. 2 ദിവസം കഴിയുമ്പോൾ അവർ സെറ്റാ. പിന്നെ ഇതിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ പോലും ഇപ്പോൾ പോകാത്തവരുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇത് നല്ല സ്യൂട്ടാണ്, ഇത് മതി എന്ന് പറയും. ഇതൊരു നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത് ഫോളോ ചെയ്യണമെങ്കിൽ വലിയ ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ഡിസിപ്ലിനും ഡെഡിക്കേഷനും ആയിട്ട് പോയവരിൽ 2 പേരല്ലേ പ്രഗ്നൻ്റ് ആയത്. ഇപ്പം നമ്മുടെ ഡയറ്റ് പ്ലാനിൽ വന്നിട്ട് ഇപ്പോൾ 2 പേര് പ്രഗ്നൻ്റ് ആയി. അതാണ് ഒരെണ്ണം കഴിഞ്ഞ 2 പേരും അടുപ്പിച്ചടുപ്പിച്ചായി. ഒരു അയർലൻഡിലുള്ള, ഒരു UK. അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണോ? ഒരാൾക്ക് 12 വർഷം കഴിഞ്ഞ് 39ാമത്തെ വയസ്സിൽ, ഒരാൾക്ക് 33ാമത്തെ വയസ്സിൽ ആഫ്റ്റർ 5 years. ഒരിക്കൽ പോലും ഒരു സൈൻ പോലും പ്രഗ്നൻസിയുടെ വരാത്തവരാണ്. പക്ഷെ ചേച്ചി, ഞാൻ വേറൊന്നും കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു അസുഖമല്ല, എന്നാലും എന്തൊരു അസുഖം വന്നാലും ഇതാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് വീട്ടിൽ വെച്ച് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഫസ്റ്റ് നമ്മൾ നേരിട്ട് ഡോക്ടറിനെ കാണാൻ പോകും. എന്നിട്ടാണ് ഡോക്ടറിനെ നേരിട്ട് കാണുമ്പോഴാണ് നമുക്കൊരു തൃപ്തിയാവുന്നത്, നമുക്ക് ഏതാണ്ട് കറക്റ്റ് ആയിട്ട് ഡയഗ്നൈസ് ചെയ്ത് കിട്ടിയെന്നൊക്കെ നമുക്കൊരു തോന്നൽ വരിക. ഇപ്പൊ ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഇവര് 2 പേരും വിദേശത്തുള്ളവരാണ്. അപ്പൊ ചേച്ചി അവരെ നേരിട്ട് പോലും കാണാതെയാണോ ഇങ്ങനെ? കണ്ടിട്ടേയില്ല. അതിൽ രസം എന്താന്ന് പറയാ രമ്യ, ഈ ഡയറ്റിലുള്ള പലരുടെയും മുഖം എനിക്കറിയില്ല. അതെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഡീപ്പ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ആരോടും ഫോട്ടോ ചോദിക്കാറില്ല. കാര്യം അവർക്ക് എന്നോടുള്ളൊരു വിശ്വാസം അതായിരിക്കാം. ഞാൻ ആരുടെയും ഫോട്ടോ ചോദിക്കാറില്ല.
ഞാൻ അവരുടെ ആവശ്യമില്ലാത്തവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ടു ദെയർ ഹെൽത്ത്. റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റൈല്, ലൈഫ് സ്റ്റൈല് ഞാൻ അവർക്ക് കൊടുക്കും. അതിലാകെ പെണ്ണുങ്ങൾക്ക് എന്നോട് ഇച്ചിരി പിണക്കമുള്ളത് കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി അതൊക്കെ കുറച്ച് ഞാൻ പറയാം ഒന്നും പറ്റില്ല, എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ കൃത്യമായി അത് പാലിച്ചവർക്ക് റിസൾട്ട് വന്നിട്ട് ഇനി ഞാൻ ഇപ്പൊ ഇനി ചറവറാന്ന് പറഞ്ഞ് കുറെ പേര് ഇപ്പൊ പ്രഗ്നന്റ് ആവും. വെയിറ്റിംഗ് ആണ് ഞാൻ ക്യൂവിലാണ്. ഞാൻ ഓരോരുത്തരോട് പറയും നിങ്ങൾക്ക് ഒരു കുറച്ചാളൂടെ മതി എന്ന് പറയും. അത് സംഭവിക്കും. അതൊരു ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അതിൻ്റെ വാതിലുകൾ ഒന്ന് തുറന്ന് കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ അതിനൊരു ശ്രമം പോലും നമ്മൾ നടത്താറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസിൽ അതില്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഓക്കെ, ഇപ്പം രമ്യ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആവുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ ആദ്യം തൊട്ട് നമുക്ക് ഫോളിക് ആസിഡ് തരുന്നു, നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യുന്നു, ഓക്കെ ഇങ്ങനെയുണ്ട്, 4 weeks ആയി 3 weeks ആയി ഇതിങ്ങനെ പറയുകയാണ്. പിന്നെ അപ്പം തൊട്ട് നമ്മൾ ഗുളികകൾ കഴിക്കുന്നു, കാൽസ്യം കഴിക്കുന്നു, ഇങ്ങനെ അതങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ എപ്പോഴും ഒരു ഹെൽത്തി പ്രഗ്നൻസി എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിൽ വളരെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രഗ്നന്റ് ആയവർക്ക് എങ്ങനത്തെ ഭക്ഷണ രീതിയാണ് കൊടുത്തതെന്ന് അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളെല്ലാം പ്രോട്ടീൻ എന്നുള്ള ഒരു തോട്ടിൽ നിൽക്കുന്നവരാണ്. ഈവൻ ഡോക്ടേഴ്സ് വരെ വന്ന് നിങ്ങളുടെ പ്ലേറ്റിൽ ഇത്ര പ്രോട്ടീൻ വേണം, ഇങ്ങനൊന്നും എവിടെയും ഒരു നിയമം ഇല്ല. ഇതിപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു 5 പേരാണ്. ഈ 5 പേരുടെ റിക്വയർമെന്റ്സും 5 രീതിയായിരിക്കും. പിന്നെ എൻ്റെ ഒരു വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ്, എൻ്റെ മാനസികാവസ്ഥ, എൻ്റെ ശാരീരിക അവസ്ഥ, ഇതിൻ്റെ ഉള്ള എല്ലാം അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭക്ഷണ രീതി എനിക്ക് പറ്റുള്ളൂ. എനിക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ചില സ്ഥലങ്ങൾ പ്രോട്ടീനൊക്കെ ഉള്ള കണ്ടാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ മടുപ്പ് വരും. സോ എൻ്റെ ബോഡിക്ക് അത് ആവശ്യമില്ല അത്രയ്ക്കും. പിന്നെ ചിലർക്ക് എങ്ങനെയാണെന്ന് തന്നെ പ്രോട്ടീൻ ആവശ്യമുണ്ടായിരിക്കും. അപ്പൊ ഡിപ്പെൻസ് ടു ഓരോരുത്തരെയാണ്. ഞാനിത് കറക്റ്റായിട്ട് അസസ് ചെയ്യും അവരുമായിട്ട് സംസാരിച്ചിട്ട്. അതായത് കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ഒരാളോട് മാത്രമായിരിക്കില്ല സംസാരിക്കുന്നത്. അവർക്കൊരു ടൈം സ്ലോട്ട് കൊടുത്ത് അവർ 2 പേരോട് സംസാരിക്കും. അപ്പൊ അവർ 2 പേരും മനസ്സ് തുറന്ന് എന്നോട് സംസാരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പറയും അത്ര വിശ്വസ്തയോടെ. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ചേച്ചീനെ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്മയെ പോലെയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ക്ലോസ് ആവണം, അപ്പോഴേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ ശരിയാകുള്ളൂ. കാര്യം ഞാനൊരു ഡോക്ടർ അല്ലാന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ വരുന്നത്. എന്നാൽ ഇവരെല്ലാം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരുമാണ്. അപ്പം ആ എനർജി ട്രാൻസ്ഫറിലൂടെ ഞാൻ ശരീരത്തെ പഠിപ്പിച്ചു കൊടുക്കും. എവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവാം, അറിയാതെ അറിഞ്ഞു ചെയ്തതാവാം, രണ്ടിലും മാറ്റം വരണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായ ഒരു രീതി ആൻറ്റി ഓക്സിഡൻസിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൽ ഇന്ന ഫുഡ്, ഇന്ന ഫ്രൂട്ട് ഇവർക്ക് സ്യൂട്ടബിൾ ആകും എന്ന് നമ്മൾ അസസ് ചെയ്ത് അത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു 1 വീക്ക് കൊണ്ട് ഇവർ ചേഞ്ച് പറഞ്ഞു. അങ്ങനെ ചേഞ്ച് പറയാത്തവരായിട്ട് ആരുമില്ല. ഹൈ റിസ്ക് കാര്യം വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് 2 ട്യൂബ് ബ്ലോക്കാണ് ഒരു കുട്ടിയുടെ. ഞാൻ അവളുടെ ഡയറ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് സർജറിക്ക് മുമ്പ് ട്രയൽ നടത്താം, ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അവളെ ഞാൻ ഓരോ ദിവസവും അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ഓരോ ചേഞ്ചസ് പറയും. ഇപ്രാവശ്യം അവൾ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഈ 2 ട്യൂബിൻ്റെ ഇത് സ്കാനിങ് സമയത്ത് അവൾ പൊളയുക എന്ന് പറഞ്ഞത്. അവിടെ കിടന്ന് സ്കാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടി ലാബ് ടെക്നീഷ്യനുമാണ്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട് അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് വേദനയില്ലാതെ എൻ്റെ സ്കാനിങ് നടത്തുന്നത്. മറ്റേത് എനിക്കിതിങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ചാടി എഴുന്നേക്കാൻ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എന്നോട് ഡോക്ടറും പറഞ്ഞു, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അനങ്ങാതെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ലാബിലെ തന്നെ ഡോക്ടറാണ്. അത്രയും ഇൻഫെക്ഷൻ കുറച്ചു. മാത്രമല്ല അവളുടെ 29 എന്തോ റീഡിങ് ഉണ്ടായിരുന്ന, സിമിലർ റീഡിങ് ഉണ്ടായിരുന്ന സിസ്റ്റ് 16ലേക്ക് കുറച്ചു. അതുപോലെ തന്നെ എത്രയോ പേരുടെ ഫൈബ്രോയിഡ്, സിസ്റ്റ്, ഇതെല്ലാം വ്യത്യാസം വരുത്തുക. ഇതെല്ലാം ഫുഡിലൂടെ. ബിക്കോസ് ഇതെല്ലാം ഒരു സ്ത്രീയിൽ വന്നിരിക്കുന്നത് ഡ്യൂ ടു ദെയർ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളാണ്. കറക്റ്റായിട്ട് ഒരാളോട് 10 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് പിഴവ് പറ്റിയെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ, ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നവരുണ്ട്, ചേച്ചി ഈ സങ്കടം വരും. സത്യത്തിൽ ഞാൻ ഈ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യ സമയങ്ങളിൽ എനിക്ക് വന്ന കോളൊക്കെ ഞാൻ 10-15 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. മിസ്ഡ് കോൾ, ഇവരെപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്കറിയില്ല, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് കോളുകൾ ഇങ്ങനെ വരാൻ പോകാമെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് പനി പിടിച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം എടുത്തിട്ട് ഈ 2 ഫോണിൽ വന്ന കോളെല്ലാം എഴുതി വെക്കുക. 10 പേജൊക്കെയാണ് ഒരു മിസ് കോൾ എനിക്ക് വരുന്നത്.
അപ്പൊ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 2 ഇൻസ്റ്റാഗ്രാമും എല്ലായിട്ട് എല്ലാവരും അവരുടെ മനസ്സിലെ പ്രയാസങ്ങളല്ലേ ഈ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല. പക്ഷെ എനിക്ക് അവരെയൊന്നും തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആർക്ക് ഇനിയൊക്കെ ചിലപ്പോൾ അവർക്ക് വിളിക്കായിരിക്കും, കാര്യം ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ കോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആദ്യ സമയങ്ങളിൽ പലരുടെയും കോളുകൾ എടുത്തിട്ട് ഞാൻ കൂടെ കരഞ്ഞിട്ടുണ്ടിരുന്നു. കാര്യം ഞാൻ 4 കുട്ടികളുടെ അമ്മയല്ലേ, അമ്മ എന്ന വികാരം അറിഞ്ഞ ആളല്ലേ ഞാൻ. അപ്പൊ അത് അറിയാത്തവരുടെ സങ്കടം എനിക്ക് എങ്ങനെ, ഞാൻ കൂടെ കരഞ്ഞിട്ടുണ്ട്, പലരുടെയും കൂടെ ഇരുന്ന് കൂടെ കരയും. അപ്പം എനിക്ക് ഇവർ കരയുന്നല്ല, ഇവർ കരച്ചിലിന്റെ വക്കിലാണെന്ന് എനിക്കറിയാം. സംസാരിക്കാൻ പറയും, മോളെ കരയുണ്ടാന്ന് പറയും. അപ്പൊ ചേച്ചി ഞങ്ങൾ എത്ര നാൾ ഇത് പിടിച്ചു വെക്കുന്നതെന്നൊക്കെ പറയും. അപ്പം അവരുടെ ഒപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്നാന്ന് ചോദിച്ചാല്, ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം ഞങ്ങൾക്കൊരു ഡോക്ടറെ അടുത്ത് സമയം കിട്ടുന്നില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് കരയാനോ ഞങ്ങളുടെ വിഷമം അവര് അപ്പൊ തന്നെ അത് ഇത് ചെയ്താൽ മതി, അല്ലെ അത് പൊയ്ക്കോ, ഇത് പെട്ടെന്ന് പറഞ്ഞു വിടും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു കെയർ ഉണ്ട്. ആ കെയറിൽ കറക്റ്റായിട്ട് ഞാൻ കൺവേ ചെയ്യും, നിങ്ങളുടെ പ്രശ്നം ഇതാണ്. ഇപ്പം ഇന്നലെ എന്നെ ഒരു ലേഡി വിളിച്ചു, അവരുടെ കുട്ടിക്ക് മുടിയില്ല, മാഡം ഇത് പരിഹരിക്കണം. അപ്പം കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും അല്ലേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.